കൊച്ചിന് നല്ല മിടുക്കിയായിട്ടിരിക്കുവാണെന്നുണ്ടല്ലോ. അമ്മയിൽ നിന്ന് കൊച്ചിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ വാങ്ങിട്ട് രാവിലെ. ഇതാരാ വന്നേ? എവയിനാണോ? ഹായ് ഹായ് പറ. ഹായ്, വെരി ഗുഡ്. വാ ഇതിലേക്ക് കയറി വാ. വെരി ഗുഡ്. ഓപ്പൺ 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 ഓപ്പൺ. കയറി ഇരുന്നേ. ഗുഡ് ഗേൾ. ഓക്കെ, നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? തംസ് അപ്പ് ചെയ്യ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ? റെഡി? യെസ്. ഓക്കെ, പിന്നെ ഓക്കെ ഇന്ന് പഠിക്കാം. ഓക്കെ, ഇത് തുടങ്ങാമേ. ഓക്കെ, തുടങ്ങാമേ. റെഡി? ഓക്കെ, അപ്പൊ കൈ തന്നേ. കലോ, ഇത് സൈക്കിൾ. ഇങ്ങനെ പറയുന്നേ. വെരി ഗുഡ്, സൂപ്പർ. ഇതിവിടെ വെച്ചോ, എടുത്ത് വെച്ചോ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതെന്താണ്? കാർ. പറഞ്ഞേ. ഇനി മിസ് പറയുന്നത് എടുത്തു തരാമോ? റെഡി ആണോ? ഓക്കെ, ഇനി മിസ്സിന് ബസ് എടുത്തു തരണം. എന്താ എടുത്തു തരണ്ടേ? ബസ്. നോക്കിക്കേ, ബസ് എവിടെയാ? മോനെ, നമ്മള് ഇന്ന് വണ്ടിയിൽ വന്നില്ലേ? നമ്മൾ ഏത് വണ്ടിക്കാ വന്നേ? ഇങ്ങോട്ട് വന്നില്ലേ? ഏത് വണ്ടിയാ? നോക്കി എടുത്ത് വെച്ച്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ അമ്മേ, നമ്മൾ ഇത്രയും സമയം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രോംപ്റ്റ് മെത്തേഡിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞിന് ഒട്ടും വെർബൽ ഇല്ലായിരുന്നല്ലോ. നമ്മളിവിടെ വന്ന സമയത്ത് കുഞ്ഞിന് ഒട്ടും വെർബൽ ഇല്ലായിരുന്നു. വെർബൽ ഔട്ട്പുട്ട് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിനെ തൊട്ട് പറയിക്കുക, തൊട്ട് കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണ് പ്ലേസ്മെന്റ് എന്നൊക്കെ തൊട്ട് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഫിസിക്കൽ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ നമ്മൾ കൊടുത്തത് വെർബൽ പ്രോംപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ നമ്മൾ അതിന്റെ ആദ്യത്തെ ക്ലൂ കൊടുത്ത് വെർബൽ ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിഷ്വൽ പ്രോംപ്റ്റ് കൊടുക്കാം. നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്ത് നമുക്ക് ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് പ്രോംപ്റ്റുകളാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് ഈ പ്രോംപ്റ്റുകളിൽ ഇപ്പം നന്നായിട്ട് മോളിപ്പം പ്രോംപ്റ്റിനെ ഡിപെൻഡ് ചെയ്യാതെ തന്നെ നന്നായിട്ട് പറയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പം അമ്മ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്. കൊച്ചു പറയുന്ന കേൾക്കാം. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷേ മിസ്, വീട്ടിൽ നമ്മൾ ചെയ്യിക്കുമ്പോ അവൾക്ക് ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുക്കണം. അവളെല്ലാം പറയുന്നുണ്ട് മിസ്സേ. പക്ഷെ അത് ഫെയ്ഡ് ചെയ്താൽ എങ്ങനെ മിസ്സേ? അവളിങ്ങനെ സംസാരിക്കും. നമുക്ക് എപ്പോഴും കൊച്ച് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ലല്ലോ നിൽക്കേണ്ടത്. ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ നിൽക്കേണ്ടത്. ഒരു സ്ഥലത്ത് പോയാലും അവളുടെ ആവശ്യങ്ങൾ തന്നെ പറയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മൾ അങ്ങനെ കുറച്ച് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ അങ്ങനെ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് തരത്തുള്ളൂ, നമുക്ക് എവളെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രോംപ്റ്റ് എന്നുള്ളത് പ്രോംപ്റ്റ് മെത്തേഡ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രോംപ്റ്റിൽ തന്നെ കുട്ടി ഡിപ്പെൻഡ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓരോ ക്ലൂ കൊടുത്തിട്ട് എപ്പോഴും പറയിപ്പിക്കാൻ നിന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടി ഇൻഡിപെൻഡന്റ് ആവത്തില്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയായിരിക്കും എക്കാലത്തും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ എപ്പോഴും പ്രോംപ്റ്റ് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഫെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രോംപ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച വെർബൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ വേണ്ടിയായിരുന്നു നമ്മൾ ആ പ്രോംപ്റ്റ് ഉപയോഗിച്ചത്. അത് നമ്മളിനി പതിയെ പതിയെ ഫെയ്ഡ് ആകുന്നതിനെയാണ് അവർ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ മാം, എനിക്കത് മനസ്സിലായി മാം. ഇനി ഞാൻ പതുക്കെ അത് കുറയ്ക്കാൻ നോക്കിക്കോളാം. ഓക്കെ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇൻഡിപെൻഡന്റ് ആക്കി എടുക്കുവാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കപ്പോ എടുക്കാം. ഓട്ടോ എടുത്ത് ഇതിൽ എവിടെയാ ഓട്ടോ ഉള്ളത്? ഓട്ടോ. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഇതെന്താ കുട്ടാ? വെരി ഗുഡ്, അതെടുത്ത് വെച്ചേ. വെരി ഗുഡ്. അതെന്താ ഇത്? വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ താര, ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഇത് അനുമിസ്, മിസ് സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് ഒരു ഡെമോ വീഡിയോ ആണ്. പ്രോംപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചത്. ഇപ്പോൾ കണ്ടത് ഒരു ഡെമോ വീഡിയോ ആണെങ്കിൽ പോലും നമ്മുടെ ക്ലിനിക്കിനുള്ളിൽ നമ്മൾ പേരന്റ് ട്രാൻസ്പെറൻറ്റ് സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത്
നമ്മുടെ തെറപ്പി സെഷൻസ് നടക്കുമ്പോൾ പേരൻസിനെ നമ്മുടെ തെറപ്പിക്കുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരൻസിന് കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് ലൈവായിട്ട് കാണാനും അവർക്ക് എന്തെങ്കിലുമുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ തെറപ്പി കഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ അവർക്കത് ചോദിച്ച് മനസ്സിലാക്കുവാനും അത് സഹായകമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളുടെ കൂടെ തെറപ്പി സെഷനിൽ കയറിയിരിക്കുവാനും അത് ഒബ്സർവ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് കുട്ടികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യും. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്ന ഡെമോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.